നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ഈ മത്സരത്തിന് റഫറിയായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കക്കാരൻ ഇസ്മായിൽ എൽഫാത്തിനെയാണ്. എന്നാൽ ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അതിശക്തമായിട്ടുള്ള ആരോപണവുമായിട്ട് രംഗത്ത് വരികയാണ്. മെസ്സിക്ക് പ്രിയപ്പെട്ട റഫറിയെ ഫിഫ നൽകിയിരിക്കുന്നു. ഈ കളി നിയന്ത്രിക്കാൻ മെസ്സിയുടെ പ്രിയപ്പെട്ട റഫറിയെയാണ് ഫിഫ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. മെസ്സിയും ഈ റഫറിയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഈ റഫറി ഫോർത്ത് ഒഫീഷ്യലായിരുന്നു. മറ്റു ബന്ധമൊന്നും അർജൻറ്റീനയുമായിട്ടില്ല. പക്ഷേ MLS നിരവധി മത്സരങ്ങൾ നിയന്ത്രിക്കുന്നയാളാണ്. അങ്ങനെ മയാമിയുടെ മത്സരങ്ങളും നിയന്ത്രിച്ചിട്ടുണ്ട്. മയാമി ലീഗ് കപ്പ് നേടിയ 2023 മെസ്സി വന്നപാടെ ലീഗ് കപ്പ് നേടിയില്ല, അതിൻ്റെ ഫൈനലൊക്കെ നിയന്ത്രിച്ചത് ഇതേ റഫറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആരോപണവുമായിട്ട് അവരിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇത് കൊഴുപ്പിക്കുകയാണ്. ഡെയിലി മെയിലാണ് വളരെ ഡയറക്റ്റായിട്ട് തന്നെ ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ എക്സ് അക്കൗണ്ടിലും മറ്റുമൊക്കെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: മെസ്സി ഗെറ്റ്സ് ഹിസ് ഫേവറിറ്റ് റഫറി ഫോർ വേൾഡ് കപ്പ് സെമി ഫൈനൽ. മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ ഫേവറിറ്റ് റഫറിയെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കൊടുത്തിരിക്കുന്നു എന്നാണ്. ഏതായാലും ഇത് വളരെ വിചിത്രമായിട്ടൊരു ആരോപണമാണ്. മെസ്സിയും ഇസ്മായിൽ എൽഫാത്തും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. ഈ പറയുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ഫോർത്ത് ഒഫീഷ്യലായിട്ട് നിന്നതും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് MLS മത്സരങ്ങൾ നിയന്ത്രിച്ചതുമാണ് പറയാനുള്ള കണക്ഷൻ. ഏതായാലും ഇതിൽ കോൺസ്പിറസി തിയറി കൂടി അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. മെസ്സി ഗെറ്റ്സ് ഹിസ് ഫേവറിറ്റ് റഫറി ഡിസ്പൈറ്റ് കോൺസ്പിറസി തിയറീസ് ദാറ്റ് ദി ടൂർണമെൻറ്റ് ഈസ് ഫിക്സ്ഡ്. ഈ കളി വേൾഡ് കപ്പ് ഫിക്സ്ഡ് ആണ് എന്നുള്ള കോൺസ്പിറസി തിയറീസ് പരക്കുന്നതിനിടക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത് എന്നാണ് അവരുടെ റിപ്പോർട്ട്. ഇതിപ്പം അവർ മാത്രമല്ല, സണ്ണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സണ്ണ് പറയുന്നത് ഇംഗ്ലണ്ട് നിർബന്ധമായിട്ടും അവരുടെ കാര്യങ്ങൾ ശാന്തമായിട്ട് ചെയ്യണം. കീപ്പ് എ കൂൾ ഹെഡ്. അർജൻറ്റീന ഡാർക്ക് ആർട്സ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് ഫൗളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഡെയിലി മിറർ എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ജോർഡൻ പിക്ഫോർഡ് ഇന്നലെ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞു ഫുട്ബോൾ വിൽ സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. റഫറിമാർ അവരവരുടെ ജോലി ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൂടി അവരെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡാർക്ക് ആർട്സിൻ്റെ കാര്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീനയേക്കാൾ കൂടുതൽ യെല്ലോ കാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ്. ഏതായാലും വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ ഇംഗ്ലീഷ് മീഡിയ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.